തന്ത്രി കണ്ഠര് രാജീവരെ ആശുപത്രിയിൽ എത്തിച്ചു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് സ്വർണ്ണമോഷണ കേസിലെ 13ാം പ്രതി കൂടിയായ തന്ത്രി കണ്ഠര് രാജീവരെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ വിദഗ്ധ പരിശോധനയ്ക്കായി പോലീസ് എത്തിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. നിരവധി കുറ്റങ്ങൾ, പൊതുമുതൽ സംരക്ഷിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന, ഒത്താശ ചെയ്യൽ, ഇത്തരത്തിൽ കടത്തുന്ന ഉദ്ദേശത്തിൽ അടക്കം നിരവധി വകുപ്പുകൾ പ്രകാരമാണ് കഴിഞ്ഞ ദിവസം കണ്ഠര് രാജീവര് അറസ്റ്റിലാകുന്നത്. ഇതിനെ തുടർന്ന് റിമാൻഡിലേക്ക് പോകുന്നു. ഇപ്പോഴിതാ ജയിലിൽ വെച്ചുണ്ടായ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കണ്ഠര് രാജീവരെ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. സ്വർണ്ണമോഷണ കേസിലെ ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസിലെ 13ാം പ്രതിയാണ് കണ്ഠര് രാജീവര്. അവിടെ നിന്നും വിവരങ്ങളുമായി ഷീജ കൂടി ചേരുകയാണ്. ഷീജ, രാജീവരെ അവിടെ എത്തിച്ചു, തന്ത്രിയെ അവിടെ എത്തിച്ചു, ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. തീർച്ചയായും അജിംഷാദ്, ഇപ്പോൾ തന്ത്രി കണ്ഠര് രാജീവരെ ഇവിടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതായത് തന്ത്രി എത്തിച്ചിരുന്നത് സ്പെഷ്യൽ സബ് ജയിലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലാണ് എത്തിച്ചിരുന്നത്. രാവിലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു, ഉറക്കം ഇല്ലാത്തതിനാൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജയിലിലെ തന്നെ ഡോക്ടർമാർ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയ്ക്ക് ശേഷം ആണ് നിലവിൽ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ടായത്. ഏതായാലും ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇവിടെ ജനറൽ ആശുപത്രിയിൽ പരിശോധിച്ച ശേഷമായിരിക്കും അതിൽ ഒരു തീരുമാനം. ഇപ്പോൾ നിലവിൽ ആവശ്യമായിട്ടുള്ള ഇവിടെ തന്നെ വൈദ്യസഹായം നൽകി തിരികെ ജയിലിലേക്ക് കൊണ്ടുപോകണമോ അതോ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്കൊക്കെ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടോ എന്നതിലൊക്കെ തീരുമാനം അതിനുശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. ഏതായാലും നിലവിൽ ഇപ്പോൾ വൈദ്യപരിശോധന ഇവിടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും താങ്കൾക്ക് പറയുവാനുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇപ്പോഴേതായാലും ഒന്നും പറയുവാനില്ല എന്നുള്ളൊരു മറുപടി പറഞ്ഞാണ് നിലവിൽ തന്ത്രി ഇപ്പോൾ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവിടെ വൈദ്യപരിശോധന ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടറാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണെങ്കിൽ തിരികെ ജയിലിലേക്ക്. തീർച്ചയായും, കാരണം സ്വാഭാവികമായും ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഷീജ, കാരണം കണ്ഠര് രാജീവര് നേരത്തെ തന്നെ മരുന്ന് കഴിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. കുറിപ്പടി, പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർക്ക് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ക്യാമറയിൽ തത്സമയം കാണാമായിരുന്നു ഈ ഘട്ടത്തിൽ തന്നെ. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ദേഹാസ്വാസ്ഥ്യം. ഉറക്കമില്ലാതിരിക്കുന്നു, സ്വാഭാവികമായി ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഇതൊക്കെ ആയിരിക്കാം അല്ലേ? അല്ല, കാര്യമായൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ കാര്യമായ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ആ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഏതായാലും മനസ്സിലാകുന്നില്ല. ചെറിയ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അത് ബിപിയിലടക്കം ചില വേരിയേഷൻ ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിൽ പ്രത്യേകിച്ചും നിലവിൽ ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഡോക്ടർ വിശദമായി പരിശോധിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റി, അതായത് എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുള്ളൂ. അതായത് ഇനിയിപ്പോൾ ജനറൽ ആശുപത്രിയിൽ നിന്ന് മാറ്റി മെഡിക്കൽ കോളേജിലേക്കൊന്നും മാറ്റേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മെഡിക്കൽ കോളേജിലേക്കൊന്നും മാറ്റേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പരിശോധന അവിടെ നിന്നുള്ള പരിശോധന പൂർത്തിയാക്കി അകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ കാഷ്വാലിറ്റിയിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് ആദ്യം ഡോക്ടർ പരിശോധന നടത്തി അതിനുശേഷം അവിടെ നിന്നും അകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കുന്നു. ഈ കണ്ഠര് രാജീവര് നൽകിയ കുറിപ്പടികൾ, മീൻസ് അദ്ദേഹം നേരത്തെ കഴിക്കുന്ന മരുന്നുകളുടേതാകാം, പ്രിസ്ക്രിപ്ഷൻ അടക്കം ഡോക്ടർ കാണിക്കുന്നു, പ്രഷർ ചെക്ക് ചെയ്യുന്നു, BP ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതാ വിദഗ്ധ പരിശോധന എന്ന നിലയിൽ കൂടിയായിരിക്കാം ഒരുപക്ഷെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു, കാഷ്വാലിറ്റിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ?
നിലവിലിപ്പോൾ ഏതായാലും ഇ സി ജി കൂടി എടുക്കാനായിട്ടാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ സി ജി എടുക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ തന്ത്രിയെ അകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് പറയുവാൻ വേണ്ടി സാധിക്കുക. ഏതായാലും ഇ സി ജി കൂടി പരിശോധിച്ചതിന് ശേഷം അതിൽ മറ്റ് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ തിരികെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും. ഏതായാലും അതിൽ അല്പസമയത്തിനകം തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ഏതായാലും നിലവിലിപ്പോൾ ഇ സി ജി എടുക്കുന്നതിന് വേണ്ടി ആ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ളത്. അജിംഷാദ്. തീർച്ചയായും ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തന്ത്രി കണ്ഠര് രാജീവരെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. ഇ സി ജി അടക്കമുള്ള പരിശോധനകളാണ് നടത്തുന്നത്. സ്വാഭാവികമായും ഉറക്കമില്ലാത്തതിൻ്റെ പേരിലും ഉണ്ടായ സാധാ സമ്മർദ്ദത്തിൻ്റെ പേരിലുമാണ് ഈ ദേഹാസ്വസ്ഥ എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാഴ്ചയിലും വലിയ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഇ സി ജി അടക്കം സമഗ്രമായ പരിശോധന ഉറപ്പാക്കുക എന്ന ഒരു പ്രതിയുടെ അവകാശം അത് കൃത്യമായി നിർവഹിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക പരിശോധനകൾ, ബ്ലഡ് പ്രഷർ അടക്കം നോക്കുന്നു. അതിനുശേഷം ഇ സി ജി പരിശോധിക്കുന്നു. ശേഷം ഈ മറ്റ് ഗുരുതര പ്രശ്നങ്ങളില്ലെങ്കിൽ ഷീജ ഇപ്പോൾ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകും അല്ലേ? തീർച്ചയായും ഇനിയിപ്പോൾ ഇ സി ജി കൂടി പരിശോധിച്ച് അതിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ തിരികെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും. മറിച്ച് മറ്റേതെങ്കിലും ഇ സി ജിയിൽ വേരിയേഷനോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. ഏതായാലും സ്വാഭാവികമായും ഇപ്പോൾ BP അടക്കമുള്ള കാര്യങ്ങൾ നോക്കിയതിനു ശേഷമാണ് ഇ സി ജി കൂടി എടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇ സി ജി റൂമിലേക്ക് തന്ത്രി കണ്ഠര് രാജീവരെ കൊണ്ടുപോയിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇ സി ജി എടുത്തതിനു ശേഷം ഇ സി ജി യിൽ വരുന്ന അതിൻ്റെ റിസൾട്ട് എന്താണ്, ഫലം എന്താണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അജിംഷാദ്. തീർച്ചയായും കണ്ഠര് രാജീവരെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. ബ്ലഡ് പ്രഷർ അടക്കം ഇ സി ജി അടക്കമുള്ള പരിശോധനകൾ നടത്തുകയാണ്. മറ്റ് പരിശോധനകളും ഒക്കെ നടത്തും വേണ്ടി വന്നാൽ. ഇ സി ജി വേരിയേഷൻ ഉണ്ട് എങ്കിൽ മാത്രം മറ്റ് രീതിയിലേക്ക് പോകും, അല്ലെങ്കിൽ പുറത്തേക്ക് ഉടൻ തന്നെ എത്തിക്കുമെന്ന് തന്നെയാണ് കരുതാനാകുന്നത്. ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഷീജ നൽകി വരുന്നത്. ഷീജ, ഒപ്പം ഈ ഘട്ടത്തിൽ, കാരണം ഇന്നിപ്പോൾ സാമ്പത്തികമായ ഇടപാടുകൾ അടക്കം കൂടുതൽ ഗൗരവമായ കാര്യങ്ങളിലേക്കാണ് തന്ത്രിയുമായി ബന്ധപ്പെട്ട് SIT സംഘം നീങ്ങുന്നത്. നേരത്തെ തന്നെ ഷീജ നൽകിയിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ കൂടുതൽ സമ്മർദ്ദത്തിലാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായതും അങ്ങനെ തന്നെ ആയിരിക്കാം. കാരണം ഈ പരിശോധനകൾ വ്യക്തമാകുന്നു മറ്റ് പ്രതികളുമായുള്ള സാമ്പത്തിക ഇടപാട് മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്രധാന പ്രതിയെ അവിടേക്ക് എത്തിക്കുന്നതിന് നിദാനമായത് ഇദ്ദേഹമാണ്. പിന്നീട് വാജിവാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് സൂക്ഷിക്കാൻ മറ്റൊരാൾക്ക് നൽകിയത്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുമുള്ള കാര്യങ്ങൾ, ഷെയ്ഡിയായ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം വഴി ചെയ്തു എന്നതൊക്കെ SITക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനയും അതിലെ വ്യക്തതയുമാണ് ഇനി SIT തേടുന്നത്. സ്വാഭാവികമായി അതിൻ്റെ പ്രക്രിയകളാണ് നടക്കുന്നത്. കോടതി പോലും സംതൃപ്തി രേഖപ്പെടുത്തിയ അന്വേഷണമാണ് വിദഗ്ധമായി പുരോഗമിക്കുന്നത് ഈ ഘട്ടത്തിൽ. ഷീജ. തീർച്ചയായും ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും നമുക്കറിയാം കോടതി തന്നെ, ഹൈക്കോടതി തന്നെ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ഈ കേസ് എന്ന് പറയുന്നത്. ഓരോ ഘട്ടത്തിലും കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് കോടതി തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. കാരണം ഓരോ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കോടതി അതിൽ തൃപ്തി രേഖപ്പെടുത്തി ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ തിങ്കളാഴ്ച ഇതിലെ ഏറ്റവും ഒടുവിലായുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചപ്പോഴും അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും അതിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും കൃത്യമായ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അത് ഹൈക്കോടതി തന്നെ ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ജിംഷാദ്, ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള അറസ്റ്റ്, ഏറ്റവും ഒടുവിലത്തെ തന്ത്രിയുടെ അറസ്റ്റ് വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം, അതിൽ ഈ SITയുടെ ഒരു നിലവിലത്തെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഓരോ ഘട്ടത്തിലും കൃത്യമായ രീതിയിൽ തന്നെ ആരുടെ അറസ്റ്റാണെങ്കിലും ആ അറസ്റ്റ്
അന്വേഷണത്തിന് മുന്നോടിയായി ആ വ്യക്തിയുമായി ബന്ധപ്പെടുന്ന കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്ക് നീങ്ങുന്ന ഒരു രീതി പ്രവർത്തന ശൈലിയാണ് SIT പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി അറസ്റ്റിലായ തന്ത്രിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് SIT എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുക. ആ രീതിയിലാണ് അവരുടെ ഒരു പ്രവർത്തനം ശൈലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇനിയിപ്പോൾ തന്ത്രിയുമായി ബന്ധപ്പെട്ടും കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണങ്ങളിലേക്ക് SIT കടന്നിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.